ഇന്ന് എണീറ്റപ്പോൾ തന്നെ നല്ലൊരു കൂൾ ക്വൈറ്റ് മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ ചെടിയുടെ അടുത്തേക്കാണ് കേട്ടോ പോയത്. ഇവിടെ ബാൽക്കണിയിൽ നല്ല കാറ്റ് കാരണം ഓൾമോസ്റ്റ് എല്ലാ ചെടിച്ചട്ടികളും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ചിലത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ മോർണിംഗ് നല്ല റിലാക്സ് ആണെങ്കിലും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഗിവ് അവേ വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ഓണം ഗിഫ്റ്റ് ഇന്ന് വാങ്ങാൻ പോകാനുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇന്നൊരു സാരി മൂഡാണ്, അതുകൊണ്ട് നമുക്കിന്ന് സാരി എടുത്തിട്ട് പോവാം. ഇതാവുമ്പോൾ റെഡി ടു വെയർ സാരിയാണ്. ജസ്റ്റ് 1 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോവാം. ഈ ബ്ലൗസും എനിക്ക് ഇഷ്ടമാണ്, കാരണം നല്ല സ്ട്രെച്ചബിൾ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഒരു ഇറിറ്റേഷനും ഇല്ല ഇടുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ 1 സൈസ് സ്മോളർ വാങ്ങിച്ചാലും നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെയൊക്കെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. ആക്ച്വലി ഇന്ന് മോർണിംഗ് ഞാൻ ഗിവ് അവേ വിന്നർ അനൗൺസ് ചെയ്ത ടൈമിൽ എനിക്ക് തോന്നുന്നു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. കാരണം 200+ ലൈക്ക് വേറെ ആൾക്കുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്യുന്നത്. എന്തായാലും പറ്റിയത് പറ്റി. എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഗിവ് അവേ വിന്നർ എന്നുള്ളത് ഞാനിപ്പോൾ 2 ഗിവ് അവേ വിന്നർ ആക്കിയിട്ടുണ്ട്. 200+ ലൈക്ക് കിട്ടിയ ആൾക്കും നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ എല്ലാ തൊട്ടടുത്തുള്ള കടകളിലും ഓണം കളക്ഷനൊന്നും വന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഉള്ളത് കലാമന്ദിർ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈലാണ് കേട്ടോ. ഇതിനു മുൻപും ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എന്തായാലും കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ഇവിടേക്ക് വരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ. ഇന്നെന്താ പരിപാടി, എൻ്റെ കൂടെ ഗിഫ്റ്റ് വാങ്ങാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആൾ എസ് പറഞ്ഞു. അപ്പം തന്നെ ഞാനൊന്ന് റിലാക്സ് ആയി. കാരണം നമുക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവരുത്, കൊളായി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവളെയും കൂടി കൂട്ടിയത്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേറെ ഷോപ്പിൽ കയറാമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് വേറെ സ്ഥലത്തൊന്നും കയറേണ്ട വന്നില്ല. ഇവിടെ നിന്ന് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടി. ഈ സാരിയുടെ പല്ലു നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഈ ഡോട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാരിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇപ്പൊ ഞാൻ നോക്കുന്ന ഈ പച്ച കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ആ ഒരു സെക്ഷനിൽ ഇതുപോലെ നല്ല കളർഫുൾ സാരികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി വാങ്ങാൻ ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്ന് വിചാരിച്ച് ഞാനത് അവിടെ വെച്ചു കേട്ടോ. സെയിം ഷോപ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓണം സാരിയുടെ കൂടെ ഇതുപോലുള്ള ജ്വല്ലറീസ് എല്ലാ ഗേൾസും ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും പ്രിയൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മൾ പെട്ടുപോയി. സത്യം പറഞ്ഞാൽ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കാണൂല. അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു വളയും എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ പ്രിയയാണ് പറഞ്ഞത് നമുക്ക് ആളുടെ സൈസ് അറിയില്ലല്ലോ, അപ്പൊ ഓപ്പൺ ചെയ്ത് ലോക്കാക്കി ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാംഗിൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് പാകാവോന്ന് പേടിക്കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച മാലകളാണ് കേട്ടോ. സിമ്പിൾ മാലകൾ മാത്രമല്ല, കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി ജ്വല്ലറീസും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ആഗ്രഹത്തിന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അവിടെ തന്നെ വെച്ചു. ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ ജ്വല്ലറി സെക്ഷനും കൂടി ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക്. വേറെ കടകളിൽ മാറി കയറി പോകണ്ടല്ലോ. ആദ്യമൊക്കെ ചുരുക്കം ചില ഷോപ്പുകളിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയാലും ചുരിദാറുകൾ, സാരികൾ ഒക്കെ ഒരുമിച്ച് ഒരു ഷോപ്പിൽ തന്നെ വരിക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൊരു അടിപൊളി കാര്യമാണ് അല്ലേ. പ്രിയ എന്ന് എൻ്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയേനെ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച മാലകൾ. ഇതിന്റെ കൂടെ തന്നെ പെയറായിട്ട് കമ്മലുകളും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാരി ചുമ്മാ വെച്ച് നോക്കിയിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഏതാണ് സാരിയുടെ കൂടെ നന്നായിട്ട് സ്യൂട്ടായി പോവാന്നുള്ളത്. ഞാൻ എല്ലാ ജ്വല്ലറീസ് ഇങ്ങനെ വെച്ച് നോക്കുന്നതും വീഡിയോ എടുക്കുന്നതും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു ചമ്മല്. മാല ഓൾമോസ്റ്റ് ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ആക്കിയത്. ഇപ്പൊ ഈ സാരിയുടെ അടുത്തിരിക്കുന്നില്ലേ അത്. ശരിക്കും വീഡിയോയില് ആ ഒരു ഭംഗി അറിയാൻ പറ്റുന്നില്ല, നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാല സെറ്റായി. ഇനി വള ഏത് സൈസ് എടുക്കും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പ്രിയയുടെ ഒരു ബുദ്ധി ഉദിച്ചത്. നമുക്കിതുപോലത്തെ ലോക്കുള്ള ബാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈസിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ 2 ബാങ്കിളിൽ ഏതെടുക്കും എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ ഉള്ള ഈ ഫസ്റ്റ് എടുക്കുന്ന ബാങ്കിളാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ നീണ്ട പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ സാരിയും മാലയും വളയും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സാരി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലേ, അതുകൊണ്ട് സാരി ഡാമേജ് ഒന്നും അല്ലെന്ന് ലാസ്റ്റ് മിനിറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വലിയൊരു ടാസ്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. അബിയുടെ സിസ്റ്ററും പിള്ളേരൊക്കെ ബാംഗ്ലൂർക്ക് വരുന്നുണ്ട്. അപ്പൊ പിള്ളേർക്കുള്ള ഓണക്കോടിയും കൂടി നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത്. സാധാരണ നമ്മൾ ഇതുപോലുള്ള ബാറ്റ്സ്, സുഡിയോ, വെസ്റ്റ് സൈഡിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സിന്റെ സെക്ഷൻ അങ്ങനെ അങ്ങ് നോക്കാറില്ല.
ലേഡീസ് സെക്ഷനിലേക്കായിരിക്കുമല്ലോ നമ്മുടെ കണ്ണ് ഫുള്ളും. പക്ഷെ ഇന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് വെസ്റ്റ് സൈഡില് പിള്ളേർക്ക് വേണ്ടി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെസ്റ്റ് സൈഡിലും എന്തൊക്കെയോ സെയിൽ ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളുടെ സെക്ഷൻ തപ്പി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ലേഡീസിന്റെ സെയിലിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ കിടക്കുന്ന കണ്ടായിരുന്നു. എനിക്കിന്ന് വാങ്ങാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ അറിയാതെ ഓരോ ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതെന്തോ ഒരു രോഗമാണെന്ന് തോന്നുന്നു. പിന്നെ പ്രിയയും ഒരു സൈഡിൽ നിന്ന് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ നമുക്ക് ആദ്യം പിള്ളേരുടെ നോക്കാം എന്നിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് നൈസായിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി. എന്ത് നല്ല ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സാന്ന് നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എംബ്രോയിഡറി ഉള്ള നല്ല ലേസ് വർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി കുഞ്ഞുടുപ്പുകൾ. നമ്മൾ കുറേ തപ്പി കുറേയൊക്കെ കണ്ടുപിടിച്ചു വെച്ചു. ലാസ്റ്റ് മിനിറ്റ് ഇനി സൈസ് തെറ്റിപ്പോണ്ടാലോ എന്ന് വെച്ച് അബിനെ വിളിച്ചൊന്ന് കൺഫേം ചെയ്തതാണ്. അപ്പം അബി വാങ്ങാൻ സമ്മതിക്കുന്നില്ല. പിള്ളേർ വന്നിട്ട് നമുക്ക് പിള്ളേരെയും കൂട്ടിപ്പോയാൽ മതി, നമുക്ക് ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈസ് ശരിയാവൂലാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അതും ശരിയാണ്. വെസ്റ്റ് സൈഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റിയാണ് കേട്ടോ. അവരുടെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഈസ് ടു ഗുഡ്. പെട്ടെന്നൊന്നും ക്ലോത്ത് നശിക്കൂല. അതേപോലെ നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയാലൊന്നും കളറ് ഫെയ്ഡ് ആവൂല. അബി ആദ്യം സുഡിയോ ഫാനായിരുന്നു കേട്ടോ. കാരണം നല്ല സ്റ്റൈല് ഡ്രസ്സുകൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സുഡിയോന്ന് കിട്ടും. പക്ഷെ കുറച്ചങ്ങ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളറ് ഫെയ്ഡ് ആവാൻ തുടങ്ങും. വെസ്റ്റ് സൈഡിലാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് ഊബറിലായിരുന്നു. പിന്നെ ഈ ഷോപ്പും ഈ സ്ട്രീറ്റൊന്നും അത്ര ദൂരമൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് അത്രേ ഉള്ളൂ. തിരിച്ചു പോകാനാവുമ്പോഴേക്കും അബി കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിതാ കുറച്ച് നേരത്തെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. എനിക്ക് ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് തണുപ്പില്ല എന്നാൽ ഒരുപാട് ചൂടുമില്ല. ട്രാഫിക്കും പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാംഗ്ലൂരിൽ കുറച്ച് നാളെങ്കിലും താമസിച്ചവരാണെങ്കിൽ പോലും അവർക്ക് ബാംഗ്ലൂരിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ കാരണം ഈ കാലാവസ്ഥയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എപ്പോൾ പെട്രോൾ പമ്പിൽ കയറിയാലും ഈ കുറച്ച് നാൾ മുന്നേ എനിക്കൊരു അമിളി പറ്റിയായിരുന്നു. അതെനിക്ക് ഓർമ്മ വരും. നമ്മൾ 7,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പക്ഷെ ഞാൻ ബില്ല് പേ ചെയ്ത് വന്നപ്പോൾ അത് 70,000 രൂപയായി. കാർഡ് വെച്ച് പേ ചെയ്യുമ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അവർ ഏത് എമൗണ്ട് ആണ് അതിനകത്ത് എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ എന്തായാലും ഡബിൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ സംഭവിക്കും. നമ്മൾ പിന്നെ ഓണറെ വിളിച്ച് സംസാരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അങ്ങനെ നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ. എൻ്റെ ഒരു 3-4 ബ്ലൗസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങാൻ വേണ്ടി വന്നതാ. എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ സാരി കാണുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ വാങ്ങും. പിന്നെ അത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാന്ന് പറയുന്നത് എനിക്ക് മടിയുള്ള കാര്യമാണ്. ഇപ്പം ഈ സാരി എന്നെ വാങ്ങിച്ചിട്ട് എത്രയോ നാളായി. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. ആൾ അത്യാവശ്യം നന്നായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. കിച്ചൺ ഓഫ് കേരളയുടെ തൊട്ടടുത്താണ് ഈ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ. ഞാൻ ഓൺലൈൻ വാങ്ങുന്ന സാരി ആണെങ്കിലും അതുപോലെ നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നല്ല ത്രെഡ് വർക്കിൻ്റെ സാരിയൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങും. പക്ഷേ ഇതിൻ്റെ ഒന്നും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കില്ല എന്നതാണ് എൻ്റെ ഒരു പ്രശ്നം. ചിലപ്പോഴൊക്കെ ഞാൻ അലമാരയിലേക്ക് എടുത്തു വെക്കാതെ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവയ്ക്കും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴെങ്കിലും ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ടേബിളിലേക്ക് വർക്ക് ചെയ്യാനിരിക്കാൻ നേരം ഞാനിതെടുത്ത് കട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു, എന്നിട്ട് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഉറങ്ങാൻ നേരം ബെഡുമേന്ന് ഞാനിതെടുത്ത് അലമാരയിലേക്ക് വെക്കും. പിന്നെ ഞാൻ ആ കാര്യം മറന്നു. എൻ്റെ ഈ കഥകളൊക്കെ കേട്ട് താടിയുമ്പോൾ കൈ കൊടുത്തിരിക്കുകയാണ് കേട്ടോ പ്രിയ. ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്കൊരു ഓണം വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല പൂക്കൾ കണ്ടപ്പോൾ അതും കൂടെ വാങ്ങാമെന്ന് കരുതി. ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് വാങ്ങുന്നുള്ളൂ. നമ്മുടെ ഈ കർണാടകയിൽ ബാംഗ്ലൂരിൽ നമ്മൾ ആദ്യം താമസിച്ചത് വൈറ്റ് ഫീൽഡ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇതേപോലെ കുറേ പൂക്കൾ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അവർക്ക് എല്ലാ ദിവസവും ഓണം പോലെയാണ്. ഞാനിപ്പോൾ അതേപോലെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ വാങ്ങിച്ചൊരു ചട്ടിയായിരുന്നു. ചട്ടി മയക്കാതെ ഞാനൊരു പയറുതോരൻ ഉണ്ടാക്കി. ചട്ടി പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് എൻ്റെ കണ്ണി കൊണ്ടില്ല. എന്തായാലും ഈ ചട്ടിനി നമുക്ക് കറി ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റൂല. നമുക്കിതിനകത്ത് നല്ല ഭംഗിയിൽ പൂക്കൾ സെറ്റ് ചെയ്യാം കേട്ടോ. ചട്ടി മയക്കൽ ഒരു ലോങ് പ്രോസസ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചട്ടി മയക്കാൻ എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയണേ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ബൈ.